എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 6 മണിക്കായിരുന്നു കേട്ടോ. 6 മണിക്ക് എഴുന്നേറ്റ് പതുക്കെ ഒന്ന് ഫ്രഷായി അടുക്കളയിലേക്കൊക്കെ വന്ന് ജനലും വാതിലൊക്കെ തുറന്നിട്ടപ്പോൾ നല്ല തണവുണ്ട് കേട്ടോ. ഇത്രയും ദിവസം അധികം തണവുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തണവുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു. കട്ടൻ ചായ കുടിക്കാതിരിക്കാൻ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ച പുതിയ സൂത്രമാണ് കേട്ടോ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. അത് കട്ടൻ ചായയാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കുടിക്കുക. അപ്പോൾ ആ ഒരു ഹാബിറ്റിന് ഒരു മാറ്റം വരും കേട്ടോ. പിന്നെ ഞാൻ പാപ്പൂസിനൊന്ന് പുറത്തു കൊണ്ടുപോകാന്ന് വെച്ച് വന്ന് നോക്കുമ്പോൾ ആൾ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, പാവല്ലേ. പിന്നെ നമുക്കിനി പാലൊക്കെ വെച്ച് വേഗം നമ്മുടെ പണികൾ തീർക്കാം. ഇന്ന് അമ്മ വീട്ടിലുള്ള ദിവസം കൂടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ കാര്യമായ രീതിയിൽ ക്ലീനിങ്ങിന് നിൽക്കാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ക്ലീനാക്കി വെക്കണം. അപ്പം അമ്മയുള്ള ദിവസമാണെങ്കിൽ ഉണ്ണി ഉണ്ടല്ലോ, അപ്പം നമുക്ക് 3 പേർക്കും കൂടിയിട്ട് പെട്ടെന്ന് തീർക്കാം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ 2-3 ദിവസം കൂടിയിട്ടാണ് അത് ചെയ്ത് തീർക്കുക. പിന്നെ എനിക്ക് മടിയുടെ അസ്ഥിത ഒത്തിരി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര സ്ലോയിലായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ തിളപ്പിച്ച് എല്ലാവർക്കുള്ള ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റുകളൊക്കെ എടുത്തൊന്ന് പുറത്തോണെന്ന് വെക്കാം. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എൻ്റെ പ്ലാന്റുകൾ മുഴുവൻ പുറത്തേക്ക് ആക്കാറുണ്ട് കേട്ടോ. കാരണം അവർക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അധികം അങ്ങനെ സൂര്യപ്രകാശം കിട്ടില്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അവരെ പുറത്തോണെന്ന് വെക്കും. കൂട്ടത്തിൽ ഒന്ന് നനച്ചും കൂടി കൊടുക്കും കേട്ടോ. അധികം നന വേണ്ടാത്ത ഐറ്റംസ് ആണ് അകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഉണക്കാനുണ്ട് കുറച്ച് സാധനങ്ങൾ. അത് ശംഖുപുഷ്പത്തിൻ്റെ പൂവും അതുപോലെ ഉണ്ണിക്കുള്ള താളിപ്പൊടിയുടെ ഐറ്റംസ് ആണ് കേട്ടോ ഉണക്കിയെടുക്കാനുള്ളത്. അവൾക്ക് പെട്ടെന്നായിരിക്കും റിസൾട്ട് വന്നിട്ട് പോവേണ്ടി വരിക. അപ്പം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാ ദിവസവും കിട്ടുന്ന ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ട് നമ്മൾ ഉണക്കിയെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നാൾ കടയിൽ പോയപ്പോൾ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്ന് ഈ ഫ്രൂട്ടിൻ്റെ കൊട്ടയായിരുന്നു. കാരണം നമ്മൾ ഈ പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് മുറത്തിൽ വെച്ചാലും നിറയെ ഈച്ച വരും കേട്ടോ, കുഞ്ഞീച്ച. അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐറ്റംസ് ഒക്കെ ഓൺലൈനിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് കാട്ടിലെടുത്തിട്ടതാണ്. പക്ഷേ ഈ അടുത്ത് 99 പോയപ്പോൾ അതിലും അഫോർഡബിൾ ആയിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ അതല്ലേ ലാഭം എന്ന് വിചാരിച്ച് വാങ്ങി. പിന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ സ്റ്റാൻഡും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചില്ല് പ്ലേറ്റ് ഒക്കെ ഒരുമിച്ചായിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആകെ വലിച്ചു വാരി ഇടണം. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ട് ഓൺലൈനിലുള്ള ഒരു ഐറ്റം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓൺലൈനിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ മുറൊക്കെ പാത്രം കഴുകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. പിന്നെ കുറേ നാളായിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ, ഈ ഒരു ടീ മഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ വേറൊരു വൈറ്റ് മാത്രമുള്ളത് ഞാൻ മീഷോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ പൈസ ഏകദേശം 600 എത്രയോ ഉണ്ട്. ആരും അത് വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങാനൊരു മടിയായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു, വാങ്ങണോ വേണ്ടേന്ന്. അങ്ങനെ ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയപ്പോഴാണ് ഈ ഒരു ഐറ്റം 200 രൂപയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ലതാണ്, അത്യാവശ്യം നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ട് തോന്നിയതുകൊണ്ട് അതും കൂടി കൈയോടെ വാങ്ങി വെച്ചു. കാരണം അതിൻ്റെ ഒരു പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ മോഡൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ എടുത്തു വെച്ച് ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ അരി കഴുകി അടപ്പത്തിടലാണ് കേട്ടോ ചെയ്തത്. കാരണം എല്ലാ പണികളും നമുക്ക് ഒരുമിച്ച് തീർത്ത് കൊണ്ടുപോകാം. കാരണം ക്ലീനിങ്ങിന് സമയം വേണമല്ലോ. അതൊക്കെ ചെയ്തതിന് ശേഷം നേരെ വന്നിട്ട് ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ കിഴങ്ങറി വെക്കാനുള്ള ഉരുളക്കിഴങ്ങ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ അരിഞ്ഞ് അത് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. ഉണ്ണി കുറേ ദിവസമായി പറയുന്നു അവൾക്ക് ചപ്പാത്തി വേണമെന്ന്. വീട്ടിലാണെങ്കിൽ കാര്യമായിട്ട് ആരും ചപ്പാത്തി ഒന്നും കഴിക്കില്ല കേട്ടോ. അച്ഛനാ ഈ സാധനം കണ്ടെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കലൊന്നുമില്ല. അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോഴാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. എനിക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കൽ അത്ര വശമില്ല. ഞാനിന്ന് കുഴച്ചപ്പോൾ വെള്ളം കൂടി. പിന്നെ അമ്മ പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പരത്തണ കാര്യം പറയേ വേണ്ട, എല്ലാ പൂപടം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്ലേറ്റ് വെച്ച് അളവെടുക്കലാണ് കേട്ടോ പണി. ഇന്ന് പിന്നെ ഉണ്ണിയുള്ളതുകൊണ്ടും അവൾ ചപ്പാത്തി പറ്റാൻ എക്സ്പെർട്ട് ആയതുകൊണ്ടും അവൾ തന്നെ പരത്തി തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ചുട്ടെടുക്കുന്ന ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഡയറ്റിലായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാനുള്ള ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി ഉഴുന്നൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. കുറേ നാളായി, ഏകദേശം ഒരു 2 ആഴ്ചയിൽ മേലെ ആയിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പോൾ നാളെ എന്തായാലും അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് കൈയോടെ തന്നെ അരിയും ഉഴുന്നും ഉലുവയും കൂടിയിട്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ വൈകുന്നേരം ആകുന്ന സമയത്ത് നമുക്ക് അരച്ചെടുക്കാമല്ലോ. അപ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞത് പോർക്ക് പറഞ്ഞിട്ടുണ്ട് അവർ കൊണ്ടുതരുന്നു. പിന്നെ ഞാൻ നേരെ പോയി പോർക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയതാണ്. മീൻ വിളിച്ച് പറയാനാണ് പറഞ്ഞത്, പക്ഷെ അച്ഛൻ പോർക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ നാളായിട്ടോ പോർക്ക് വാങ്ങിയിട്ട്.
പിന്നെ നമ്മൾ നേരെ പോർക്കറിയൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു ഉണക്കിയെടുക്കാനായിട്ട്, അതും കൂടി കൊണ്ടുപോയി പുറത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ക്ലീനിങ്ങിന് നിൽക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.